ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തി എന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കണ്ടേ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ആയാലും മറ്റുള്ള ഐറ്റംസ് എല്ലാം ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് ആകെ ആവശ്യം വരുന്നത് ഒരു പഴവും 2 ടേബിൾ സ്പൂണ് റവയും ഒരല്പം പാലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്കെന്നോ സ്മൂത്തിന്നോ ജ്യൂസെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ആ രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടല്ലേ എപ്പോഴും നമ്മൾ ജ്യൂസ് ആയാലൊക്കെ റെഡിയാക്കി എടുക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടോ കൂവപ്പൊടി വെച്ചിട്ടോ അതേപോലെ കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ജ്യൂസ് റെഡിയാക്കി എടുക്കാറ്. അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു 2 ടേബിൾ സ്പൂണ് റവ എടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ റവ എടുക്കാം കേട്ടോ. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഈ ഒരു റവ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. റവ ഒന്ന് വെന്ത് വരുന്ന വരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റവ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു റവ നല്ലപോലെ കുറുക്കി വരും. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റവ വെന്ത് വരുന്ന വരെ നല്ലപോലെ ഒന്ന് കുറുകി വെന്ത് വരണം. നമ്മൾ സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് റവ കാച്ചിയത് അഥവാ തരിക്കഞ്ഞി കുടിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. വയറ് നല്ലപോലെ വീർത്ത് വരും. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും നമ്മുടെ ഈ റമളാൻ മാസത്തിൽ റെഡിയാക്കി എടുക്കുന്ന തരിക്കഞ്ഞി അഥവാ റവ കുറുക്കിയത് കുടിക്കാനും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ റെഡിയാക്കി നോക്കിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ അതിനും ടേസ്റ്റ് വേറല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ റവ ഒന്നും പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ റവ ഒന്ന് കുറുകി വെന്ത് വന്നോളും. അപ്പോൾ ഈ ഒരു റവ കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവനോ പൂവൻ പഴമോ റോബസ്റ്റ പഴമോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമ്മുടെ കയ്യിലുള്ള പഴം ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റവ കുറുകി വരും. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പഴം ഒന്ന് ഒലിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഒക്കെ നല്ലപോലെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴം എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പൂവൻ പഴം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ പഴമൊക്കെ നല്ലപോലെ ഒലിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴം നമ്മുടെ ഈ ഒരു റവയിലോട്ടൊന്ന് മാറ്റിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. നമുക്കിത് പച്ചയിൽ അടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ഇതിൻ്റെ ഒരു കട്ടിപ്പുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു റവയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു പഴം ഇട്ട് കൊടുക്കാം. പഴമൊക്കെ ചേർത്ത്
ഒരു 3 മിനിറ്റ് ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം നമ്മുടെ ആ ഒരു റവ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ റവയൊക്കെ നല്ല പോലെ കുറുകി സെറ്റായി വന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കൈപ്പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൈപ്പിടിയോളം നിലക്കടല പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല. പിന്നെ അതാ ഒരു 7ഓളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുരു ഒന്ന് കളഞ്ഞ് മാറ്റിയെടുക്കാം. അപ്പം ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നിലക്കടല, നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ഇനി നമ്മളിതിലേക്ക് തണുത്ത പാല്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത പാല്, നമ്മൾ കുറുക്കി മാറ്റി വെച്ച നമ്മുടെ ഈ ഒരു റവ മിക്സ് മുഴുവനായിട്ട് എടുക്കണ്ട, കുറച്ച് അതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്, അതിനാണ് ഞാൻ തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ തണുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ പീനട്ടും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും നമ്മൾ കുതിർത്തി എടുത്തിട്ടല്ല അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മളത് അടിച്ചെടുത്താൽ മതി. അതല്ല നമുക്കിതിൽ കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ട് അരച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറുക്കിയെടുത്ത റവയുടെ കൂടെ ഈ റൈറ്റ് ഒന്ന് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാനായിട്ട് വേണ്ടേ. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ള പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസിൽ ഉണ്ടാവും. കണ്ടില്ലേ, ഈ രീതിയിലൊക്കെ നമുക്ക് കിടക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് 2 ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ 2 ബാച്ചായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ചവ്വരി വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മളതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഒന്ന് കഴുകി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ട് അതും കൂടെ ചേർക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് നമുക്കിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. റവ വെച്ചിട്ട് നോമ്പിന് റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ.